ജി എം കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു. അക്കൗണ്ടിങ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസും അതിനോടുകൂടി അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണയായി വരാൻ സാധ്യതയുള്ള കുറേ ഐറ്റങ്ങളുടെ ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. നെയിം ഓഫ് ദ ഫേം, നമ്മൾ ഏത് സ്ഥാപനത്തിൻ്റെ ആണോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്. ദെൻ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്, അപ്പോൾ നമ്മൾ ഏത് ഡേറ്റിലാണോ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് വേണം ഇവിടെ ചേർക്കുവാനായിട്ട്. ഇനി ഇതൊരു അക്കൗണ്ടാണ്. അക്കൗണ്ടിന് രണ്ട് സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഇത് സെൻട്രൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഇനി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ഒന്ന്, ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൻ്റെ വാല്യൂ നമ്മൾ ഈ കോളത്തിൽ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തേത് പർച്ചേസസ്. ഈ പർച്ചേസസിനോട് കൂടി നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ വാങ്ങിയ സാധനം ചിലപ്പോൾ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് നെറ്റ് വാല്യൂ ഇടാനായിട്ട്. അതായത് പർച്ചേസസ് ഒരു 10,000 രൂപയുണ്ട്, 1,000 രൂപ നമ്മൾ പർച്ചേസ് വാങ്ങി തിരിച്ചു കൊടുത്തു, അപ്പം 9,500 ഇവിടെ എഴുതാവുള്ളൂ. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ്, അതായത് ഈ സാധനം വാങ്ങി നമ്മുടെ ഗോഡൗണിൽ കൊണ്ടുവന്ന് നമ്മൾ അത് പ്രോസസ്സ് ചെയ്ത് വിൽക്കാറാക്കുന്നതോടം വരെ വരുന്ന ചിലവുകളെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരിയേജ് അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേഴ്സ്, നമ്മൾ ഈ സാധനം നമ്മുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചിലവഴിച്ച പൈസയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടിക്കൂലിയോ അങ്ങനെയുള്ള കൂലികളാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വേജസ്. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടി, നമ്മൾ കപ്പൽ മാർഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡ്യൂട്ടി കൊടുക്കണം. ദെൻ ഓക്ടറോൾ, അതും വേറൊരു ഡ്യൂട്ടിയാണ്. ദി ഫ്രൈറ്റ് ചാർജസ്, കയറ്റി ഇറക്കുന്നതിനുള്ള കൂലി, ക്ലിയറിംഗ് ചാർജസ്, ഫ്യൂവൽ, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, പവർ, ഗ്യാസ്, വാട്ടർ, എക്സൈസ് ഡ്യൂട്ടി, ഡോക്ക് ഡ്യൂസ്, കസ്റ്റംസ് ഡ്യൂട്ടി, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, കാർട്ടേജ്. ഇത്രയും ഐറ്റംസാണ് സാധാരണ വരാനുള്ളത്. ഇപ്പോൾ എല്ലാം വരണമെന്നില്ല, ഇതിലേതൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെടുക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങി വിൽക്കാറാക്കുന്നോടം വരെയുള്ള ചിലവുകളാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ സെയിൽസ് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിനോട് കൂടി നമ്മൾ സെയിൽസ് റിട്ടേൺസ് ഉണ്ടോ നോക്കണം. അതായത് നമ്മൾ 1,00,000 രൂപയുടെ സാധനം വിറ്റു, നമുക്കൊരു 1,000 രൂപയുടെ സാധനം തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് 1,00,000 രൂപയുടെ സാധനം ഇവിടെ വിറ്റു, അതിൽ നിന്ന് കുറച്ച് സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം നെറ്റ് വാല്യൂ ഔട്ടർ കൊടുത്ത് എഴുതി വെക്കാനായിട്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക്, അത് അതിൻ്റെ വാല്യൂ കൂടെ ഇവിടെ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് എഴുതി വെച്ചു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം എഴുതി വെച്ചു. അതായത് വാങ്ങിയ വിലയും ചിലവുകളും ഡെബിറ്റ് സൈഡിൽ, വിറ്റ വില ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെച്ചു. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണണം. വ്യത്യാസം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിറ്റ വിലയേക്കാൾ കുറവാണ് വാങ്ങിയ വിലയും ചിലവെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും. ഇനി വാങ്ങിയ വിലയേക്കാൾ കുറവാണ് വിറ്റ വിലയെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ വ്യത്യാസം നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ ഈ സൈഡും കൂട്ടുക, ഈ സൈഡും കൂട്ടിയിട്ട് വ്യത്യാസമുള്ളത് നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ ഇവിടെ ഈ സൈഡ് സെയിൽസ് സൈഡ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഇവിടെ ലാഭമായിരിക്കും. ഇനി ക്രെഡിറ്റ് സൈഡ് കുറവാണെന്നുണ്ടെങ്കിൽ നഷ്ടവും വരും. അതിന് നമ്മൾ മൊത്ത ആദായം എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് അക്കൗണ്ട്. അതായത് നമ്മൾ ഈ വ്യത്യാസമുള്ളത് ക്യാരി ഡൗൺ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 1,00,000 രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ 20,000 രൂപ ചിലവഴിച്ച് നമ്മളിത് വിൽക്കാറാക്കി. അപ്പോൾ 1,20,000 രൂപ നമുക്ക് ചിലവ് വന്നു. ഇനി നമ്മൾ ഈ വിറ്റതും ക്ലോസിംഗ് സ്റ്റോക്കും എല്ലാം കൂടെ കൂടി 1,50,000 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലാഭമാണ്, 30,000 രൂപ ലാഭമുണ്ട്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നഷ്ടം വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് CD
എന്നെഴുതി 2 സൈഡ് ഈക്വൽ ആക്കിയിട്ട് ഇത് ഈക്വൽ ആക്കിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ബൈ ഗ്രോസ് പ്രോഫിറ്റ് BD എന്നെഴുതണം. അത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇത് ഇത്രയും കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കിയവർ ഉണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും ഒരു അധ്യായമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്, ആ വർഷം ആ ഡേറ്റ് എഴുതും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫേമിൻ്റെ പേരും നമ്മൾ എഴുതി വെക്കണം. ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് A and B എന്നോ ഏതാണ് ആ ഫേമിൻ്റെ പേര് എഴുതുക. ഫോർ ദി ഇയർ എൻഡഡ് ആ ഡേറ്റ് എഴുതി വെക്കുക. ഇതിനും 2 സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതാണ് നോക്കിക്കൊള്ളുക. അപ്പോൾ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് എഴുതി വെക്കണം. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിൽ ടു ഗ്രോസ് ലോസ് BD എന്ന് എഴുതി വെക്കണം. അത് ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗ്രോസ് ലോസ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ലോസ് ആണ്. ഇനി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസ് വേണം എഴുതാൻ. നഷ്ടമാണെങ്കിൽ ഇവിടെ എഴുതി വെക്കും, ലാഭമാണെങ്കിൽ ഇവിടെ എഴുതി വെക്കും, ചുരുക്കം. ഇനി ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെക്കണം, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി വെക്കണം. ഇനി അടുത്തത് സാലറീസ് ആണ്. സാലറീസ് നമ്മൾ ഈ ഔട്ടർ കോളത്തിൽ എഴുതി വെക്കണം. ഇനി സാലറി നമ്മൾ 1000 രൂപ കൊടുത്തു, ഒരു 100 രൂപയും കൂടെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാലറീസ് എന്നുള്ളത് ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി വെക്കണം. അപ്പോൾ കൊടുത്തതിന് ഏതെങ്കിലും ഐറ്റം ഇനി ആ വർഷം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ കൂടി ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് എഴുതി വെക്കാനുണ്ട്. അപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതി വെക്കണം സാരം ആദ്യം. ഇനി സാലറീസ് അങ്ങനെ എഴുതി. ഇനി റെൻ്റ്, റേറ്റ്സ്, ടാക്സസ് അത് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതി വെച്ച് അതും കൂടെ കൂട്ടി വേണം ഔട്ടർ കോളത്തിലേക്ക് എഴുതാനായിട്ട്. ഇനി പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ഓഡിറ്റ് ഫീസ്, സ്റ്റേഷനറി ആൻഡ് പ്രിൻറ്റിങ്, ടെലിഫോൺ എക്സ്പെൻസസ്, ലീഗൽ ചാർജസ്, ഇൻഷുറൻസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ഡിപ്രീസിയേഷൻ ഓൺ അസറ്റ്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, സൺട്രി ട്രേഡ് എക്സ്പെൻസസ്, കൺവെയൻസ്, ചാരിറ്റി, ബാങ്ക് ചാർജസ്, ഓഫീസ് എക്സ്പെൻസസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ജനറൽ എക്സ്പെൻസസ്, സ്റ്റേബിൾ എക്സ്പെൻസസ്, ലോസ് ഇൻ എക്സ്ചേഞ്ച്, ലൈസൻസ് ഫീസ്, ബ്രോക്കറേജ്, അപ്കീപ്പ് ഓഫ് കാർഡ്സ്. അപ്പോൾ ഇത്രയും ചിലവുകൾ, ഇങ്ങനെ ഇത് വരാൻ സാധ്യതയുള്ള ചിലവുകളാണ്. ഈ ചിലവുകളെല്ലാം നമ്മൾ ട്രയൽ ബാലൻസിൽ കാണും. ഇനി കൊടുക്കാനുള്ളതാണെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണും. അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ എഴുതാനായിട്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ തുടർച്ചയാണ്. അതായത് ഇനി ഇവിടെ ഓഫീസ് ലൈറ്റിംഗ്, ലോസ് ബൈ ഫയർ, ലോസ് ബൈ തെഫ്റ്റ്, കമ്മീഷൻ പെയ്ഡ്, അഡ്വർടൈസ്മെൻറ്റ്, ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് ഔട്ട്വേഴ്സ്, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഡിസ്കൗണ്ട് അലൗഡ്, പാക്കിംഗ് എക്സ്പെൻസസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ബാഡ് ഡെറ്റ്സ്, അതായത് നമുക്ക് ആരെങ്കിലും തരാനുള്ള പണം കിട്ടാതെ പോയി കഴിഞ്ഞാൽ അത് ബാഡ് ഡെറ്റ്സിൽ ആക്കും. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കുന്നത്. വരാൻ സാധ്യതയുള്ള ഐറ്റംസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ
ഡെബിറ്റ് സൈഡിൽ എഴുതി വെക്കും. ഇനി ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ എല്ലാ അക്കൗണ്ടിലും കാണുകയില്ല. കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചിലവുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടി നോക്കാം നമുക്ക്. ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരാൻ സാധ്യതയുള്ള ഐറ്റംസ് ആണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ക്യാരി ഡൗൺ ചെയ്യണം ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന്. ഇനി റെൻ്റ് നമുക്ക് കിട്ടാനുള്ളത്, ഇത് ഇൻകമാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിലേക്ക് എഴുതി വെക്കാനായിട്ട്. ഇനി ഡിസ്കൗണ്ട് കിട്ടിയത്, കമ്മീഷൻ കിട്ടിയത്, ബാഡ് ഡെറ്റ്സ് റിക്കവർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയല്ലാന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ട ഏതെങ്കിലും ഐറ്റംസ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ എഴുതണം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, അപ്രന്റീസ്ഷിപ്പ്, പ്രീമിയം, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡിവിഡൻഡ് ഓൺ ഷെയർസ്. ഇനി ഡിഫറൻസ് ഇൻ എക്സ്ചേഞ്ച്, അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. ഇനി മിസ്ലേനിയസ് റവന്യൂ, പലതരത്തിലുള്ള വരുമാനങ്ങൾ. ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഏതെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചേർക്കണം. അതായത് ഈ സൈഡിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഡേറ്റിൽ വന്ന ലാഭങ്ങളെല്ലാം ഈ സൈഡിലും നമുക്ക് വന്ന നഷ്ടങ്ങളെല്ലാം ചേർത്തിട്ട് വ്യത്യാസമുള്ള കാണാം. ഈ സൈഡിൽ മൊത്തം വരവ് ഇതാണ്. ഗ്രോസ് പ്രോഫിറ്റിനോട് കൂടി നമുക്ക് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതിപ്പം ഒരു 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഇനി ഇവിടെ നമുക്ക് പല ഐറ്റത്തിലുള്ള ചിലവുകൾ ഒരു 1.5 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ലാഭം. അത് 50,000 രൂപ നമുക്കിവിടെ ലാഭമുണ്ട്. ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിശ്ചിത ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ സ്വത്തുക്കളുണ്ട്, എന്തൊക്കെ ബാധ്യതകളുണ്ടെന്നാണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാർ ചെയ്ത അതേ ഡേറ്റിൽ തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റും തയ്യാർ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് 2 തരത്തിലുണ്ട്. അതായത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഇൻ ദ ഓർഡർ ഓഫ് പെർഫോമൻസ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കുക. അപ്പോൾ അസറ്റ് സൈഡിൽ 2 തരം അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തുക്കളാണ്. ഒന്ന് കറണ്ട് അസറ്റ്സും ഒന്ന് ഫിക്സഡ് അസറ്റ്സും. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. കറണ്ട് അസറ്റ്സ് എന്താണെന്ന് നോക്കാം. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പണം നമ്മുടെ സ്വത്താണ്. അത് നമ്മൾ എപ്പോഴും വരുകയും പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കറണ്ട് അസറ്റ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, അതും കറണ്ട് അസറ്റാണ്. ബാങ്കിൽ നമ്മൾ എന്നും ഇടുകയോ എടുക്കുകയൊക്കെ ചെയ്യും. ഇനി ബിൽസ് റിസീവബിൾ, നമ്മൾ ആളുകൾക്ക് കടം കൊടുക്കും. കടം കൊടുത്തു കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി മേടിക്കും. അപ്പോൾ നമ്മൾ ഒരാൾക്കൊരു 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേടിച്ച് വെക്കും. ഒരു ഡോക്യുമെൻ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനുള്ള ഈട്, അത് അതിനെയാണ് നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്, കിട്ടാനുള്ള പണത്തിനുള്ള രേഖ. അപ്പോൾ ഇതും ആ കാലാവധിക്ക് അനുസരിച്ച് അവർ തരും, നമുക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്. ഇനി അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, ഒരാൾക്ക് 1000 രൂപ വീതം നമ്മൾ കടം കൊടുത്തു, 10 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 10 പേരെയും കൂടെ കൂട്ടി നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പലവക ഡെറ്റേഴ്സ് എന്നാൽ പലരിൽ നിന്ന് നമുക്ക് കിട്ടാനും 10,000 രൂപയാണ്. ഇനി പ്രീ പെയ്ഡ് എക്സ്പെൻസസ്, നമ്മൾ മുൻപേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1000 രൂപ ഇൻഷുറൻസ് ചാർജ് കൊടുക്കേണ്ടടുത്ത് നമ്മൾ 2000 രൂപ കൊടുത്തു. അപ്പോൾ 1000 രൂപ കൂടുതലുണ്ട്. അതാണ് പ്രീ പെയ്ഡ് എക്സ്പെൻസസ്. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, കിട്ടിയില്ല. അതുപോലെ തന്നെ കിട്ടാനുള്ള ഐറ്റത്തിനാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക്,
വർഷാവസാനം നമ്മൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ അത് എത്ര എത്ര രൂപയുടെ ഉണ്ട് അതിവിടെ എഴുതി വെക്കുക. ഇനി ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയാണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, നമ്മുടെ കെട്ടിടവും സ്ഥലവും അത് സ്ഥിരമായിട്ടുള്ള, അതിന് ചേഞ്ച് വരികയില്ല ഒരിക്കലും. അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതി വെക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അതും സ്ഥിരമായിട്ടുള്ളതാണ്, അതിൻ്റെയും വില ഇവിടെ എഴുതി വെക്കുക. ഫർണിച്ചർ അത് സ്ഥിരമായിട്ടുള്ളതാണ്. പിന്നെ ഗുഡ് വില്ല് അതും സ്ഥിരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് അസറ്റ്സ് എന്നും ഫിക്സഡ് അസറ്റ്സ് എന്നും വിളിക്കുന്നു. കറണ്ട് അസറ്റ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫിക്സഡ് അസറ്റ്സ് അങ്ങനെ ചേഞ്ച് ചെയ്യൽ എന്ന് മനസ്സിലാക്കിക്കോളും. ഇനി ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് വരും? അവിടെ ഉണ്ട് കറണ്ട് ലയബിലിറ്റി എന്നും പിന്നെ അത് ലോങ് ടേം ലയബിലിറ്റീസ് എന്നും പറഞ്ഞ് രണ്ടുണ്ട്. കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് നമ്മൾ പണം കടമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കിട്ടുന്ന മറിക്ക് ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരിക്കും. ബിൽസ് പേയബിൾ, നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി കൊടുക്കാനുള്ള ചിലവ്, ഇപ്പം സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തില്ല, ഇങ്ങനെ കൊടുക്കാനുള്ളത് നമുക്കൊരു ബാധ്യതയാണ്, അത് ഇവിടെ എഴുതണം. ഇനി അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ 10 പേരിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10 പേരെ കൂടെ കൂട്ടിയാണ് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പല വക ക്രെഡിറ്റേഴ്സ്. അപ്പം ആരിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ കടം വാങ്ങിയത് കൊടുക്കാനുണ്ടോ അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതി വെക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ വരുമാനം അഡ്വാൻസ് മേടിച്ചു. ഇപ്പോൾ ഒരാൾ 1000 രൂപ തരാനുണ്ട് നമുക്ക്, അത് നമ്മൾ 2000 മേടിച്ചെന്നുണ്ടെങ്കിൽ 1000 നമ്മൾ കൂടുതലല്ലേ മേടിച്ച്, അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയാണ്. ഇനി ലോങ് ടേം ലയബിലിറ്റീസ് എന്താണ്? ഇത് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇത്രയും വരുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് എന്താണ്? അതിൽ ക്യാപിറ്റൽ നമ്മൾ മൂലധനം മുടക്കിയേക്കണതാണ്, അത് നമ്മൾ ബിസിനസ് അവസാനിപ്പിക്കുന്നത് വരെ നമ്മുടെ ബിസിനസ്സിലുണ്ടാവും. അതാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ, അതിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂട്ടണം ഓരോ വർഷവും. ഇനി നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ 1,00,000 രൂപയുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷമായിട്ട് 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂലധനം ഇപ്പോൾ 1,10,000 ആയി. ഇനി നേരെ മറിച്ച് 1,00,000 രൂപ മുടക്കി ബിസിനസ് തുടങ്ങി നമുക്ക് ആ വർഷം നഷ്ടം വന്നൊരു 10,000 രൂപ, അങ്ങനെ വരുമ്പോഴേ അത് കുറയ്ക്കണം. അപ്പോൾ 90,000 രൂപ നമുക്ക് ക്യാപിറ്റലുള്ളൂ. ഇനി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ ക്യാപിറ്റലായിട്ട് മുടക്കിയിട്ടുണ്ട്, അയാൾക്ക് പണം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ലോൺ എടുക്കും. 1,00,000 രൂപ ഇവിടെ മുടക്കിയിട്ടുണ്ട്, അതിൽ ഒരു 1000 രൂപയിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ 1000 കുറച്ചിട്ട് നെറ്റ് വാല്യൂ ഇവിടെ എഴുതാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പം അസറ്റ് ആണെങ്കിലും 2 തരത്തിലുണ്ട്, കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ്സ്. ലയബിലിറ്റി ആണെങ്കിൽ 2 ഐറ്റം ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ദീർഘകാല ബാധ്യതകൾ. അപ്പം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന വർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സഡ് ഐറ്റം അങ്ങനെ ചേഞ്ച് ചെയ്യാതെ എന്ന് ചുരുക്കം. ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു മോഡൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്രയൽ ബാലൻസ് കിട്ടിയാൽ നമ്മൾ അതിൽ നിന്ന് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അത് ലാഭമോ നഷ്ടമോ എന്നറിയുക. അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അത് ലാഭമോ നഷ്ടമോ ആണോ എന്നറിയുക. അവസാനമായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അത് അസറ്റും ലയബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ ഉള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.